ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഒരു കാർഡ് മാസ്റ്റർ ബുദ്ധ കാർഡാണ്. രണ്ടാമത്തെ ഗ്രീൻ താര കാർഡാണ്. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ ബുദ്ധ ചൂസ് ചെയ്തവരുടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ആ ഒരു പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷനിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തീരുമാനമെടുക്കുന്ന സമയത്ത് പലരോടും അഭിപ്രായം ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് എന്താ പറയുക, തടസ്സങ്ങളാണ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഒരു പേഴ്സൺ ഇവിടെ കുറച്ച് ഈഗോ ഉള്ള കൂട്ടത്തിലാണ്. കുറച്ച് അത്യാവശ്യം ഈഗോ ഉള്ള പേഴ്സൺ തന്നെയാണ്. കൂടുതലായിട്ടും ഇവിടെ നോക്കാം, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ചെയ്തു പോയതിനെക്കുറിച്ച് ഓർക്കുന്നു എന്നല്ലാതെ ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഈഗോ വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു എനർജിയിൽ തന്നെ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടുതൽ അവരുടെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, അവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് പലപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഗ്രീൻ താര ചൂസ് ചെയ്ത അവരുടെ പേഴ്സൺസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും അവർ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്ലാരിറ്റി തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത്യാവശ്യം മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തികളാകണം. അല്ലെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു പേഴ്സൺ ഒരു ഹോപ്പ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നല്ലൊരു ടൈമിന് വേണ്ടി ആ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യാൻ, അവരെത്രത്തോളം അല്ലെങ്കിൽ കടുംപിടുത്തം ഉണ്ടാക്കി നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്നുള്ള രീതിയിൽ ഒരു വെയിറ്റിംഗ് സൈനാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഒരു പുതിയൊരു ഹോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരവരുടെ തെറ്റിദ്ധരിച്ചറിഞ്ഞ് വരുവാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു സമയത്തെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ രണ്ടുപേർക്കും കുറച്ച് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഹോപ്പ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.